ഹേയ് ഹലോ വണക്കം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് വാഷ് ആണ് ഗൈസ്. വാ, ഹാൻഡ് വാഷിൻ്റെ നിർമ്മാണത്തിനായി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം ഗൈസ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പയ്യെ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ഒരു 7 ഐറ്റംസാണ് നമുക്ക് അതിന് വേണ്ടി വേണ്ടത്. ഏറ്റവും ആദ്യമേ നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ സോഡിയം ലോറൽ സൾഫേറ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ 1 ലിറ്റർ വെള്ളം ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം സോഡിയം ലോറൽ സൾഫേറ്റ് അതിലേക്ക് ഇടുന്നു. എന്നിട്ട് അതിനെ പയ്യനെ താഴെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 3.5 ലിറ്റർ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കണം. 3.5 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഗൈസ്. എന്നാലേ ഈ സോഡിയം ലോറൽ സൾഫേറ്റ് നന്നായിട്ട് അതിലേക്ക് കലരത്തുള്ളൂ. എന്നാലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് സോഡിയം ലോറൽ എയ്തർ സൾഫേറ്റ് നമ്മൾ അതിലേക്ക് പയ്യനെ ഒഴിച്ചു കൊടുക്കണം. അത് ഇച്ചിരി കട്ടിയുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ പയ്യനെ ഒഴിച്ചുകൊണ്ട് കൂട്ടത്തിൽ തന്നെ കറക്കി നല്ലപോലെ കലക്കി കൊടുക്കണം ഗൈസ്. എന്നാലേ അത് കറക്റ്റായിട്ട് മിക്സായി വരത്തുള്ളൂ. മിക്സായാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള പത അങ്ങോട്ട് ഫോം ആവത്തുള്ളൂ. അതിനുശേഷം നന്നായി കലക്കിയതിന് ശേഷം നമ്മൾ ഫോർമാലിൻ 10 മില്ലി ഫോർമാലിൻ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കലക്കി നല്ലപോലെ മിക്സ് ചെയ്യണം. കൊക്കോ ഡൈ എത്തനോൾ അമൈഡ് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കലക്കി നല്ല മിക്സ് ചെയ്തിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് അവനെ നന്നായിട്ട് കലക്കണം. കലക്കാണ് ഗൈസ് ഈ കുടുംബത്തിലെ ഏറ്റവും മെയിൻ. കലക്കി കുടുംബം ഇല്ലാതാവുന്ന പോലെ കലക്കണം. എന്നിട്ട് അതിനെ പൊക്കിയെടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ആ സൊല്യൂഷനിലേക്ക് നല്ലപോലെ ഇടുക. അപ്പം എന്താണ്ട് ഇതേപോലെ കലക്കി കൊടുക്കുമ്പോൾ ഇതേപോലുള്ള പത പൊങ്ങി വരും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കളർ ആഡ് ചെയ്യാം. കളർ നന്നായിട്ട് ഇതിപ്പോൾ ഇച്ചിരി കട്ടി കൂടുതലായിരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് അത് വെള്ളത്തിലേക്ക് ലയിപ്പിച്ചിട്ട് ആ വെള്ളം എടുത്ത് ഒഴിച്ചാലും ബെറ്റർ ആയിരിക്കും. ഞാനിതല്ലാതെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. ആവശ്യത്തിനുള്ള കളറൊക്കെ ഇട്ടിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അത് ഈ കാണുന്ന കണക്കുള്ള കളറായി മാറും. അതിനകത്തോട്ട് നമുക്ക് വേണ്ട പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര പെർഫ്യൂം വേണോ നമ്മുടെ ഒരു മണത്തിനനുസരിച്ച് ആ പെർഫ്യൂം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ലയിപ്പിച്ച് ആഡ് ചെയ്താലും നല്ലതാണ്. അതിനുശേഷം ഇതിനെ പത താഴാനായിട്ട് നമുക്ക് എവിടേക്ക് മാറ്റി വെക്കാം. അത് പതയൊക്കെ താഴ്ന്നതിന് ശേഷം നമുക്ക് പയ്യനെ എടുത്ത് ഇതിനെ നമുക്ക് ഓരോ ആവശ്യമുള്ള കുപ്പിയിലേക്ക് മാറ്റി നല്ല കുട്ടപ്പനാക്കാം. അങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് റെഡി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ സാധനം എവിടെ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ടെൻഷൻ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കെമിക്കൽ ഫാക്ടറീസിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ഗൈസ്.